സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ഒരു മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, അതും ഓവുലേഷനെ കുറിച്ചിട്ട്. എന്താ പ്രശ്നം? ഫ്ലാഷ് ബാക്ക്. ആണുങ്ങൾക്ക് എങ്ങനെയാണോ സെക്സ് വേണ്ടത് അതേപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് സെക്സ് ആവശ്യമാണ്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് സ്ത്രീകൾക്ക് സെക്ഷൽ ഫീലിങ്സ് വരും. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഓവുലേഷന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സെക്ഷൽ ഫീലിങ്സ് വരും. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. ആരെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നും നമുക്ക്. മനസ്സ് ചിത്തങ്ങ് നോക്കണ്ടല്ല, എന്നെ നീട്ടൊന്നുമില്ല. വിളിച്ചാലോ പക്ഷെ വിളിക്കില്ല. വിളിച്ച നമ്മുടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആവണം. നമ്മളെ വായെ തോന്നിയൊന്നും വിളിച്ചു പറയരുത്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ഇതിപ്പോ നിങ്ങളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആണ്. ഒരു ഓവുലേഷൻ ടൈമിൽ ഓക്കെ, ഈ പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഓവുലേഷൻ ടൈമിൽ സെക്സിനോടുള്ള ഇഷ്ടം വളരെ കൂടുകയും സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആര് വേണമെങ്കിലായിട്ട് സെക്സ് ചെയ്യാനും പറ്റും എന്നൊക്കെ പറയണത് ഓക്കെ, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു പ്രശ്നമല്ല, അത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷെ വിവാഹം കഴിയാത്ത സ്ത്രീകൾ, പാർട്ട്ണർ ഇല്ലാത്ത സ്ത്രീകൾ, എല്ലാ സ്ത്രീകളെയും ജനറലൈസ് ചെയ്തത് ഇങ്ങനത്തെ ഒരു വിഷയം സംസാരിക്കരുത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഓവുലേഷൻ ടൈമിൽ ഒരു ടെമ്പററി ലിബിഡോ കൂടും എന്നുള്ളത് ശരിയാണ്. ഒരു സെക്ഷൽ ഫീല് ആ ഒരു ടൈമിൽ ഹോർമോണിന്റെ ചേഞ്ചസ് എല്ലാം കാരണം ഓവുലേഷൻ ടൈമിൽ കൂടും. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കണ്ണി കാണുന്ന എല്ലാ ആൾക്കാരെയായിട്ടും സെക്സ് ചെയ്യാൻ തോന്നും എന്നല്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓവുലേഷൻ ടൈമിൽ എനിക്ക് റാൻഡം ആയിട്ട് വന്ന സ്വിഗ്ഗി കൊണ്ടുവരുന്ന ചാറ്റിനോട്, അല്ലെങ്കിൽ വീട്ടിലൊരു ഇലക്ട്രീഷ്യൻ വരുന്ന ആളോട്, വഴി പോകുന്ന ഒരാളോടൊക്കെ എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നുന്നു. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടോനെ എന്താണ് അത്? എല്ലാ സ്ത്രീകളുടെയും കാര്യമല്ല കേട്ടോ, ഈ ഒരു പെർട്ടിക്കുലർ സ്ത്രീയുടെ കാര്യമാണ് പറയെങ്കിൽ ഓക്കെ ഫൈൻ. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ പ്രിഫറൻസ്, കൺസെന്റ്, സേഫ്റ്റി, ബൗണ്ടറീസ് ഇതെല്ലാം കൂടിയിട്ടുള്ള, അല്ലാണ്ട് ഏതെങ്കിലും ഒരു റാൻഡം ഗൈനോട് തോന്നുന്ന ഒന്നല്ല. അത് വല്ല ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കാളിയ, മണ്ടത്തരം പറയല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അട്രാക്ഷനെയും ഓവുലേഷനെയും ഒന്നും കൂട്ടി മിക്സപ്പ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യമായിട്ട് സംസാരിക്കുക. ഒരിക്കലും ബാക്കിയുള്ള സ്ത്രീകളെയും കൂടി അതിൽ പറയേണ്ട ആവശ്യമില്ല. മോശമായി പോയല്ലോ, അതിങ്ങനെ കണ്ടോ? ഇല്ല.